കഴിഞ്ഞ 2 ദിവസമായിട്ട് വേഴാമ്പലുകളെ കുറിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു. അതിൽ മലയാളത്തിലൊരു ആർട്ടിക്കിളുകൾ വായിച്ചപ്പോഴാണ് ബഹും ബഹും എന്നാണ് വേഴാമ്പലുകൾ ശബ്ദം ഉണ്ടാക്കുന്നത്. അവരുടെ ആ ഹൈ ഡെൻസിറ്റി ശബ്ദം കാരണം മലമുഴക്കി വേഴാമ്പലുകൾ എന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. ഈ ശബ്ദമാണ് ഈ മല മുഴങ്ങുന്ന ഒച്ചയിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് എന്നാണ് ആ ആർട്ടിക്കിളിൽ എഴുതി വച്ചിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാന പക്ഷികളാണ് വേഴാമ്പലുകൾ. വളരെ മനോഹരന്മാരും മനോഹരികളുമാണ് വേഴാമ്പലുകൾ. നല്ല വലിയ മഞ്ഞ കൊക്കും അതിൻ്റെ മുകളിലൊരു കിരീടമൊക്കെ ആയിട്ട് ഭയങ്കര ഗമയിൽ രാജകീയമായിട്ട് ഇരിക്കുന്ന അതിസുന്ദരന്മാരും സുന്ദരികളുമായിട്ടുള്ള പക്ഷികൾ കൂടിയാണ് ഈ വേഴാമ്പലുകൾ. പിന്നെ ഈ മഞ്ഞക്കൊക്കുകളല്ലാത്ത കറുത്ത കൊക്കുകളൊക്കെ ഉള്ള മറ്റ് ജനുസുകളിൽപ്പെട്ട വേഴാമ്പലുകളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഈ മഞ്ഞക്കൊക്കും നല്ല സൈസുമുള്ള വേഴാമ്പലുകളെ തന്നെയാണ് കാണാൻ കൂടുതൽ ഭംഗി. ഈ വേഴാമ്പലുകൾ ഏകദേശം ഒരു 4 അടിയോളം ഒക്കെ ഹൈറ്റൊക്കെ വരുമെന്നാണ് ആ ആർട്ടിക്കിളുകൾക്കകത്ത് എഴുതി വച്ചിരിക്കുന്നത്. ഞാൻ ഇത്രയും പറയാൻ കാരണം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, അറിയാൻ പോകുന്നത് വേഴാമ്പലുകളെ കുറിച്ചാണ്. ഈ വേഴാമ്പലുകളെ തിരഞ്ഞു പോയപ്പോൾ എനിക്ക് മനോഹരമായ കുറച്ച് വീഡിയോസ് കിട്ടി. അതിൽ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ആ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വേഴാമ്പലുകളെ കുറിച്ച് കൂടുതൽ സംസാരിക്കാം. നേരെ വീഡിയോയിലോട്ട് പോയാലോ? നിങ്ങൾ കണ്ടില്ലേ ആ മനോഹരമായ വീഡിയോ? ഒരു ആൺ വേഴാമ്പൽ ഒരു മരത്തിൻ്റെ പൊത്തിനടുത്ത് പറന്നിറങ്ങി അവിടെ പറന്നിരുന്ന് ആ പൊത്തിനുള്ളിൽ നിന്ന് 2 കൊക്കുകൾ ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. ഒരു വേഴാമ്പലിൻ്റെ വായാണ്. അതിനുള്ളിലേക്ക് ഇതെങ്ങനെ ഭക്ഷണം വെച്ചു കൊടുക്കുന്നതാണ് നമ്മൾ ആ വീഡിയോയിൽ കണ്ടത്. ആ അകത്ത് ആ പൊത്തിനുള്ളിലിരിക്കുന്ന വേഴാമ്പൽ എങ്ങനെയാണ് ഇതിനകത്ത് കയറിയത് എന്ന് നിങ്ങൾക്കൊരു സംശയം തോന്നില്ലേ? ഇത്രയും വലിപ്പമുള്ളൊരു പക്ഷി അതിനകത്ത് കുടുങ്ങിപ്പോയതാണോ? ഇതിന് ഇനി രക്ഷപ്പെടാൻ കഴിയാത്തതുകൊണ്ട് ഇത് ഭക്ഷണം കൊടുത്ത് ഇത് സംരക്ഷിക്കുന്നതാണോ എന്നൊക്കെയുള്ള സംശയം നിങ്ങൾക്ക് ഉണ്ടായോ? എന്നാൽ അങ്ങനെയല്ല. അകത്തിരിക്കുന്നത് പെൺ വേഴാമ്പലാണ്. ആ ഭക്ഷണവുമായി വന്നിരിക്കുന്നത് ആൺ വേഴാമ്പലാണ്. ഈ വേഴാമ്പലുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവർ 50 വർഷം വരെ ജീവിച്ചിരിക്കും എന്ന് നിങ്ങൾക്കറിയാം. ഈ വേഴാമ്പലുകളെല്ലാം തന്നെ ഏകപത്നി വ്രതക്കാരാണ്. അവരൊരു ഇണയെ കണ്ടെത്തി ആ ഇണയോടൊപ്പം താമസം തുടങ്ങിക്കഴിഞ്ഞാൽ ജീവിത അവസാനം വരെ ആ ഒരൊറ്റ ഇണ മാത്രമേ വേഴാമ്പലുകൾക്ക് ഉണ്ടാകാറുള്ളൂ. ഡിസംബർ മാസങ്ങളിലാണത്രേ ഈ വേഴാമ്പലുകൾ ഇണകളെ തിരയുന്നതും കണ്ടെത്തുന്നതും. ആ ഡിസംബർ മാസം കഴിഞ്ഞ് ജനുവരിയോടുകൂടി തന്നെ പെൺ വേഴാമ്പല് മുട്ടയിടാനുള്ള സ്ഥലം അന്വേഷിക്കാൻ തുടങ്ങും. ഈ ആൺവേഴാമ്പലും പെൺവേഴാമ്പലുമായി സഞ്ചരിച്ച് ഏതെങ്കിലും വലിയ ഉയരങ്ങളിലുള്ള മരത്തിൻ്റെ പൊത്ത് കണ്ടെത്തിയിട്ട് നമ്മുടെ പെൺ വേഴാമ്പൽ ഈ പൊത്തിനുള്ളിലേക്ക് കയറിയിരിക്കും. പൊത്തിനുള്ളിലേക്ക് കയറിയിരിക്കുന്ന ഈ പെൺ വേഴാമ്പലിനെ അകത്താക്കിയിട്ട് ആൺ വേഴാമ്പൽ ചെളിയും കാഷ്ടവും ഒക്കെ ചേർത്ത് ഈ പൊത്തിൻ്റെ വാതിൽ കൊണ്ടുവന്ന് അടച്ചു വെക്കും. അപ്പോൾ അകത്തിരിക്കുന്ന പെൺ വേഴാമ്പലിൻ്റെ ചുണ്ടുകൾ മാത്രം, കൊക്കുകൾ മാത്രം വെളിയിൽ കാണാൻ പാകത്തിനുള്ള ഒരു സ്ഥലം വിട്ടിട്ടാണ് ഇത് അടച്ചു വെക്കുന്നത്. ഈ അകത്തിരിക്കുന്ന പെൺ വേഴാമ്പൽ മുഴുവൻ തൂവലുകളും അപ്പോൾ പൊഴിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് മുട്ടകളിടുന്നത്. ഇത് മുട്ടകളിട്ട് അടയിരിക്കാൻ തുടങ്ങുന്നതോടുകൂടി നമ്മുടെ ആൺ വേഴാമ്പലിൻ്റെ ജോലിയും ആരംഭിക്കും. ഈ പൊത്തിനുള്ളിലേക്ക് ഈ പെൺ വേഴാമ്പൽ ഇരുന്ന് കഴിയുന്ന സമയം മുതൽ ആൺ വേഴാമ്പലിന് ടെൻഷനും അധ്വാന ഭാരം കൂടുകയും ചെയ്യുകയാണ്. ഇത് രാവിലെ 6 മണിക്ക് നമ്മുടെ ആൺ വേഴാമ്പൽ ഉറക്കമുണരുകയും ഏകദേശം 10-11 മണി വരെ കാട്ടിലൊക്കെ സഞ്ചരിച്ച് പല പല ഘട്ടങ്ങളിലായി ഈ നേരെ പഴങ്ങളൊക്കെ പറിച്ച് ഇതിൻ്റെ കൊക്കിൽ ഒളിപ്പിച്ച് വെച്ച് നേരെ ഈ പൊത്തിലേക്ക് വന്ന് പെൺ വേഴാമ്പലിനെ ഇത് ഊട്ടും. ഒരു ദിവസം രാവിലെ ഒരു 6-7 പ്രാവശ്യം ഭക്ഷണം കൊടുത്ത് ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ ആൺ വേഴാമ്പൽ കുറച്ച് വിശ്രമിക്കുന്നു. അത് കഴിഞ്ഞ് ഉച്ച കഴിയുമ്പോൾ വീണ്ടും
ഇതുപോലെ കാട്ടിലൊക്കെ സഞ്ചരിച്ച് നിറയെ പഴവർഗ്ഗങ്ങൾ ശേഖരിച്ച് കൊണ്ടുവന്ന് ഈ പെൺവേഴാമ്പലിന് കൊടുക്കും. ഇങ്ങനെ പെൺവേഴാമ്പലിനെ ഏകദേശം 2 മാസത്തോളം ആൺവേഴാമ്പൽ ഭക്ഷണം കൊടുത്ത് സംരക്ഷിക്കും. അപ്പോൾ ഏകദേശം നമ്മുടെ മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്ത് വന്നിട്ടുണ്ടാവും. പിന്നെയും ഒരു 10 ദിവസത്തോളം വേഴാമ്പൽ ഉള്ളിൽ തന്നെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് ഈ പൊത്തിൻ്റെ വാവട്ടം വലുതാക്കി പെൺവേഴാമ്പൽ കൂട്ടിൽ നിന്ന് പുറത്തു വരികയും അത് ഈ കൂടിനടുത്ത് തന്നെ പിന്നെയും ഏകദേശം ഒരു 10 ദിവസത്തോളം വിശ്രമത്തിലായിരിക്കുകയും ചെയ്യും. ഈ സമയത്തും നമ്മുടെ ആൺവേഴാമ്പലാണ് ഈ പെൺവേഴാമ്പലിനും കുഞ്ഞുങ്ങൾക്കുമൊക്കെ ഭക്ഷണം കൊടുക്കുന്നത്. ഈ സമയത്ത് മധുരമുള്ള പഴങ്ങൾ കൊണ്ടു കൊടുക്കുന്നതിന് പകരം ചെറിയ പാമ്പുകളെയോ പല്ലിയോ പഴുതാര അങ്ങനെയുള്ള ഉരകങ്ങളെയൊക്കെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ഇതിന് ഭക്ഷണം കൊടുക്കും. അതിൻ്റെ ഒരു കാൽസ്യം ട്രീറ്റ്മെൻറ്റാണ് ഇങ്ങനെ ഭക്ഷണമാറ്റത്തിലൂടെ വേഴാമ്പൽ കൈകാര്യം ചെയ്യുന്നതെന്നാണ് പറയുന്നത്. മനുഷ്യർക്ക് നമുക്കറിയാമല്ലോ, നമ്മുടെ സ്ത്രീകളൊക്കെ ഗർഭിണിയായി കഴിഞ്ഞാൽ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോകുമ്പോൾ പലതരത്തിലുള്ള മെഡിസിൻസ് കഴിക്കാൻ പറയും. അതിലൊന്ന് ഈ കാൽസ്യമാണ്. അതുപോലെ ഈ പെൺവേഴാമ്പൽ മുട്ടയിട്ട് അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതിന് മറ്റ് മാംസ ഭക്ഷണങ്ങൾ കൊണ്ടുകൊടുത്ത് ഇതിൻ്റെ കാൽസ്യം വർദ്ധിപ്പിച്ച് ഇതിനെ കൂടുതൽ ശക്തയാക്കുകയാണ് ഈ ആൺവേഴാമ്പൽ ചെയ്യുന്നത്. ഈ തൂവലൊക്കെ പൊഴിച്ചിട്ട് അടയിരുന്ന് ഏകദേശം കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കഴിയുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ പെൺവേഴാമ്പലിനും പുതിയ തൂവലുകളൊക്കെ വന്ന് നല്ല സുന്ദരിയായിട്ടായിരിക്കും ഇത് കൂട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. 10 ദിവസത്തോളം ഈ മരപ്പൊത്തിന് വെളിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് വിശ്രമിച്ച് ആരോഗ്യമൊക്കെ വീണ്ടെടുക്കുന്ന പെൺവേഴാമ്പൽ ആൺവേഴാമ്പലിനോടൊപ്പം സഞ്ചരിച്ച് ഇര തേടാൻ തുടങ്ങുകയും ഈ 2 വേഴാമ്പലുകളും ചേർന്നിട്ട് കുഞ്ഞുങ്ങളെ വളർത്തുകയും പറക്കാൻ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യും. ഏകദേശം 1 വർഷത്തോളം ഈ കുഞ്ഞുങ്ങൾ അച്ഛനോടും അമ്മയോടും ഒപ്പം തന്നെ കഴിയുമെന്നാണ് പറയുന്നത്. 1 വർഷം കഴിയുമ്പോൾ അവരുടേതായ സ്വന്തം ജീവിതങ്ങളിലേക്ക് പറന്ന് മാറിപ്പോവുകയും ചെയ്യും. പിന്നെ ഈ വേഴാമ്പലുകൾ ഒരിക്കൽ മുട്ടയിടാനായിട്ട് ഒരു പൊത്ത് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അവർ ആ പൊത്തിൽ തന്നെയായിരിക്കും താമസിക്കുക എന്നാണ് പറയുന്നത്. ശത്രുക്കളുടെ ആക്രമണമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ മരം നഷ്ടപ്പെട്ടു പോവുകയൊക്കെ ചെയ്താൽ മാത്രമേ ഇവർ മറ്റൊരു പൊത്തിലേക്ക് സഞ്ചരിക്കാറുള്ളൂ എന്നും പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഈ വേഴാമ്പലുകൾ ഒരു പ്രായപൂർത്തിയായി ഏകദേശം 50 വർഷത്തോളമൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ ഇവർ അവസാനം ഇടുന്ന മുട്ടകളിൽ നിന്ന് വിരിയുന്ന പെൺകുഞ്ഞിനായിരിക്കും ഈ പൊത്ത് കൈമാറുന്നത് എന്നും പറയുന്നുണ്ട്. ഇതൊക്കെ ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ ഈ വേഴാമ്പലുകളെയൊക്കെ നിരീക്ഷിച്ചും അവരുടെ ജീവിതചക്രം പകർത്തിയും ഒക്കെ കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. വേഴാമ്പലുകളുടെ ഈ മനോഹര പ്രണയത്തിൽ നിന്ന് മനുഷ്യൻ ഒരുപാട് കാര്യങ്ങൾ കണ്ട് പരിശീലിക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങളുടെ തലമുറയും ഞങ്ങൾക്ക് മുന്നുണ്ടായിരുന്ന തലമുറയുമൊക്കെ കാൽപ്പനിക പ്രണയത്തിൻ്റെ ആൾക്കാരായിരുന്നു. പ്രണയഭംഗം സംഭവിച്ചാൽ ഒന്നിച്ച് ആത്മഹത്യ ചെയ്യുകയോ ലഹരിയിൽ അടിമകളാവുകയോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ആത്മഹത്യയോ ഒക്കെ ചെയ്ത് പ്രണയത്തിന് പരിഹാരം തേടാൻ നടന്നിരുന്ന കുറേ മനുഷ്യർ. എന്നാൽ പുതിയ തലമുറ എന്ന് പറയുന്നത് പ്രണയത്തെ വളരെ അനായാസമായി കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു ബ്രേക്കപ്പ് എന്നൊക്കെ പറഞ്ഞ് പ്രണയത്തെ ഉപേക്ഷിക്കാനും ബ്രേക്കപ്പിന് ശേഷം പ്രണയതാക്കളായി നടന്നവർക്ക് സഹോദരങ്ങളോ ഫ്രണ്ട്സോ ഒക്കെ ആയിട്ട് അനായാസം മാറാൻ കഴിയുന്നതും അവർക്ക് പരിചയമുള്ളവരെ തന്നെ മറ്റുള്ളവരെ മാറി പ്രണയിക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ പുതിയ കാഴ്ചയാണ്. എന്നാൽ ഇതിൽ അപകടകരമായ മറ്റൊരു കാഴ്ച കൂടിയുണ്ട്. പ്രണയം നഷ്ടപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പ്രണയിതാവിനെ പ്രണയിച്ചവളെ ആയുധം കൊണ്ട് നേരിടാൻ മടിക്കാത്ത, ക്രൂരമായി കൊലപ്പെടുത്താൻ മടിക്കാത്ത മനോഭാവമുള്ളൊരു തലമുറ. ഈ തലമുറയൊക്കെ പ്രണയമെന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ശരിക്കും അറിഞ്ഞുകൂടാത്ത മനുഷ്യരിൽ പെടുന്നവരാണ്. പ്രണയമെന്ന വികാരത്തെ അനായാസം വലിച്ചെറിയാനോ കൊന്നു തീർക്കാനോ ഒക്കെ ഇറങ്ങിയാൽ പ്രണയം തന്നെ ഇല്ലാണ്ടായി പോകുന്ന ഒരവസ്ഥ വരും. നമ്മുടെ സംസ്ഥാന പക്ഷിയായ വേഴാമ്പലിൻ്റെ മനോഹരമായ പ്രണയം കണ്ടെങ്കിലും അടുത്ത തലമുറയെങ്കിലും പരിശീലിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ പ്രണയാർദ്രമായ ഒരു സന്ധ്യ ആശംസിച്ചുകൊണ്ട് നിർത്താം.